വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് CPM തുടർഭരണത്തിന് വേണ്ടിയുള്ള പ്രയത്നം നടത്തുമ്പോൾ മറുഭാഗത്ത് BJP അതിലും വലിയ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് 2026 നിയമസഭയില് ഒരു വലിയ അംഗസംഖ്യ ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കാണുകയും ചെയ്തു. ഒരു 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനവും 9 മണ്ഡലങ്ങളിലെ 2-ാം സ്ഥാനത്തും നിൽക്കുകയാണ്. ഈ ഒരു അംഗബലത്തിൻ്റെ ഒരു പേരിൽ BJPയിൽ കൂടുതൽ ആവേശം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അത് പല സംസ്ഥാനങ്ങളിലും അവർ പ്രാവർത്തികമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ബാലികേറാമല ഒന്നുമല്ല പല സംസ്ഥാനങ്ങളും. ത്രിപുര എല്ലാവരും പറഞ്ഞു BJPക്ക് ഒരു ബാലികേറാമലയാണ്. എന്തായി? ഇപ്പോൾ അവിടെ ആര് ഭരണം നടത്തുന്നു? BJP. CPM അവിടെ നിന്ന് തുടച്ചു മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലും ഇതുപോലുള്ള സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് BJPക്ക് അറിയാം. BJPയുടെ ആ ഒരു കടന്നു കയറ്റത്തിൽ പല കാര്യങ്ങളാൽ നമുക്കറിയാം CPMഉം BJPയും തമ്മിൽ വലിയൊരു അന്തർധാര ഉണ്ട് എന്നൊക്കെ. ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ വലിയ വിമർശനം ഉയർന്നതാണ്. അതായത് CPM CPIയെ തോൽപ്പിച്ചു, CPM BJPയെ വിജയിപ്പിക്കുകയായിരുന്നു എന്നുള്ളത്. ഇതൊരു ഒരു ഒരു അടക്കം പറച്ചിലായിരുന്നു കേരളത്തിൽ ഇതുവരെയും. പക്ഷെ ഇപ്പോൾ CPI കൂടി അത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അത് പരസ്യമായി തീർന്നിരിക്കുകയാണ്. ഇനിയും BJPയും CPMഉം തമ്മിലുള്ള അന്തർധാര തുടരും. BJP കേരളത്തിൽ ഭരണം പിടിക്കുന്നിടം വരെയും ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുമ്പോൾ ഒരു 4 മണ്ഡലങ്ങളിൽ CPM യുവ നേതാക്കളെ നിർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും തോൽക്കും എന്നുള്ള യുവ നേതാക്കളെ അങ്ങോട്ടേക്ക് CPM BJP കണ്ണും നട്ടിരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഇറക്കി വിടുകയാണ്. അപ്പോൾ 8 നിലയിൽ പൊട്ടും. BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ആദ്യം നമുക്ക് പാലക്കാടേക്ക് തന്നെ പോകാം. ഇപ്പം പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴയിൽ VS 2006 മത്സരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2016 21 VS അച്യുതാനന്ദൻ അവിടെ മത്സരിക്കുമ്പോൾ BJPയുടെ കൃഷ്ണകുമാർ ആയിരുന്നു സ്ഥാനാർത്ഥി. 2-ാം സ്ഥാനത്തെത്തി. 3-ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോയി. ഈ 2-ാം സ്ഥാനത്ത് വരെ എത്തിയ കൃഷ്ണകുമാർ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ BJP 2-ാം സ്ഥാനത്തെത്തിയതാണ്. 2021 തെരഞ്ഞെടുപ്പിലും മെട്രോമാൻ ശ്രീധരൻ ഷാഫി പറമ്പിലിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ വെറും 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ അവിടെ CPM ഇറക്കാൻ പോകുന്നത് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള SFIയുടെ ഒരു വിപ്ലവ വീരേതിഹാസമായിട്ടുള്ള ആർഷോയെ ഇറക്കും. ആർഷോ എപ്പോൾ തോറ്റു എന്ന് ചോദിച്ചാൽ മാത്രം മതി. അത് BJPക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലത്തിലേക്ക് വന്നാൽ, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആ മണ്ഡലത്തിലെ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ BJP മുൻതൂക്കമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും മത്സരിക്കുക. ശോഭാ സുരേന്ദ്രൻ BJPയുടെ തീപ്പൊരിയാണ്. ശോഭാ സുരേന്ദ്രനെ എതിരിടാനായിട്ട് CPMൽ നിന്ന് ഇറക്കാൻ പോകുന്നത് ആർഷോയുടെ പിൻഗാമിയായിട്ടുള്ള ആലപ്പുഴ ജില്ലക്കാരൻ തന്നെ SFIയുടെ അമരക്കാരനായിട്ടിരിക്കുന്ന ശിവപ്രസാദ്. വലിയ വെല്ലുവിളി പ്രസംഗത്തിലൂടൊക്കെ തന്നെ കേരളത്തെ ഞെട്ടിച്ചിട്ടുള്ള ശിവപ്രസാദ് അവിടെ ഒരു ചാവേറാകാൻ പോകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് വരിക. തിരുവനന്തപുരം സെൻട്രൽ പഴയ വെസ്റ്റ് മണ്ഡലം. അവിടെ
ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ് MLA. ആന്റണി രാജുവിനെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം CPM ഏറ്റെടുക്കും. ഇവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്ന് മുമ്പ് ശിവകുമാറാണ് മത്സരിച്ചിരുന്നത്. ഇക്കുറി ശിവകുമാർ മത്സരിക്കില്ല, ശിവകുമാറിന് പാറശാലയിലേക്ക് മാറ്റും എന്നാണ് അറിയുന്നത്. ഇവിടെ BJPയിൽ നിന്ന് നടൻ കൃഷ്ണകുമാറിനെ ഇറക്കും. അപ്പോൾ CPMൽ നിന്ന് മത്സരിക്കാൻ പോകുന്നത് യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന കേരള സർവകലാശാലയിലെ വിവാദ ഡോക്ടറേറ്റുകാരി ഡോക്ടർ ചിന്തോ ജെറോമാണ്. ചിന്തോ ജെറോമും കൊല്ലം സ്വദേശിനി, കുണ്ടറ സ്വദേശിനിയാണ്. അപ്പോൾ മുകേഷിനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും എന്നുള്ളതാണ് ആദ്യം തീർച്ചപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഇവിടെ BJPക്ക് ഒരു സഹായകമാകുന്നതിന് വേണ്ടിയാണ് ചിന്തോ ജെറോമിനെ തിരുവനന്തപുരം സെൻട്രലിൽ നിർത്തുന്നത്. അത് കൃഷ്ണകുമാറിന് കൂടുതൽ വിജയസാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അവിടെ ശബരിനാഥ് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നു. അതല്ല, UDFിലെ ഘടകകക്ഷിയായ CMBയിലെ CP ജോൺ ആയിരിക്കും മത്സരിക്കുക എന്നും പറയുന്നുണ്ട്. അടുത്ത് വരുന്ന 4ാമത്തെ മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നേമം മണ്ഡലമാണ്. BJPയുടെ ആദ്യ കൈനീട്ടം കിട്ടിയ മണ്ഡലമാണ്. അവിടെ 2016 രാജഗോപാൽ വിജയിച്ചു. 2021 BJPക്ക് പരാജയം. 2021 വിജയം ശിവൻകുട്ടി അവിടെ പരാജയപ്പെടുത്തുകയായിരുന്നു. 4000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ CPM ഇപ്പോൾ ഇനി ശിവൻകുട്ടി മത്സരിക്കാൻ സാധ്യതയില്ല, കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരത്തിന്റെ തിലകക്കുറിയായ ആര്യ രാജേന്ദ്രനെ ഇറക്കും. തിരുവനന്തപുരത്തുകാര് ആര്യ രാജേന്ദ്രന്റെ വിപ്ലവ വീര ഇതിഹാസങ്ങളൊക്കെ നേരിട്ട് കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ 8 നിലയിൽ പൊട്ടിക്കാൻ പറ്റിയ ഒരു അവസരത്തിന് വേണ്ടിയും കാത്തിരിക്കുകയാണ് അവർ. അതിനുവേണ്ടി നേമത്തെത്തുന്ന ആര്യ രാജേന്ദ്രനെ തീർച്ചയായിട്ടും അവിടെ BJPയുടെ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്ത മണ്ഡലങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് നഗരസഭയിലെ വാർഡുകൾ തന്നെ നിരവധി BJPയുടെ കയ്യിലാണ്. ഒരു RSSന്റെ ഒരു കേന്ദ്രം കൂടിയാണ് നേമം മണ്ഡലം. ആ മണ്ഡലം ഇവർക്ക് BJPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന അനുകൂലമായ സാഹചര്യമുള്ള മണ്ഡലങ്ങളിലാണ് CPM ഇത്തരത്തിൽ വഴങ്ങിക്കൊടുക്കുന്നത്. ആ വഴക്കം അവർക്ക് വലിയ പതനത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് CPMന്റെ. അവരൊക്കെ തന്നെ BJPയുടെ വമ്പന്മാരോടാണ് പരാജയപ്പെടാൻ പോകുന്നത് എന്നുകൂടി ഓർത്തിരിക്കണം. അതായത് പാലക്കാടും കായംകുളവും തിരുവനന്തപുരം സെൻട്രലും നേമവുമാണ് BJPക്ക് അനുകൂലമാകാൻ പോകുന്ന ആദ്യ മണ്ഡലങ്ങൾ തന്നെ.